നാം എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന നാടൻ പാട്ടിന്റെ നാട്ടീണങ്ങളുമായി മിന്നാമിനിങ്ങിന്റെ മറ്റൊരു അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. ഏവർക്കും മിന്നാമിനിങ്ങിലേക്ക് സ്വാഗതം. വെൽക്കം ടു ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനിങ്, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് സെലിബ്രേറ്റഡ് ബൈ ഈസ്റ്റേൺ. അപ്പോൾ മിന്നാമിനിങ്ങിന്റെ സംഗീത സാന്ദ്രമായ മറ്റൊരു അധ്യായം നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ. പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ പുഷ്പവനം കുപ്പുസ്വാമി സാർ, സ്വാഗതം. മഹദി മാം, മിന്നാമിനിങ്ങിലേക്ക് സ്വാഗതം. നാദർഷിക, സ്വാഗതം മിന്നാമിനിങ്ങിലേക്ക്. ഒരിക്കൽ കൂടി എല്ലാവരെയും മിന്നാമിനിങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം. അപ്പോൾ മിന്നാമിനിങ്ങിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ ഗാനം മണിച്ചേട്ടന്റെ ചടുലമായ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള മണിമേളമാണ്. അപ്പൊ മണിമേളം റൗണ്ടിൽ ഇന്ന് ആദ്യം എത്തുന്നത് ശ്യാം എസ് പള്ളത്താണ്. ലെറ്റ്സ് വെൽക്കം ശ്യാം. പഞ്ചാരക്കുഞ്ചിയല്ലേ പൊന്നമ്മേ, എത്ര നാളായടി കെട്ടിലും മട്ടിലും നീ കണ്ടാലൊരു കെട്ടിലമ്മ പോലടി. ആരു മനസ്സിലടി പൊന്നമ്മേ, വേല ഇറക്കല്ലടി. ശ്യാം, എന്താണിത്? കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ആദിവാസി ലുക്കിലാണ്. ആദിവാസി ലുക്കിലാണ് അല്ലെ? മണിച്ചേട്ടന്റെ ബാംബു വോയ്സ് എന്ന സിനിമയിലെ കറുത്ത കോഴി കരിങ്കുരാങ് എന്ന സോങ്ങാണ് പാടുന്നത്. അപ്പൊ അതിനോട് യോജിച്ച ഒരു വേഷം. അപ്പൊ പാട്ടിന്റെ കൂടെ ഡാൻസ് ഉണ്ടാവും? ഉണ്ടാവും, പ്രതീക്ഷിക്കാം അല്ലെ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പെർഫോം ചെയ്യോ? താങ്ക് യു. ഓക്കെ. കോഴി കരിങ്കുറാങ് കുരുതി വെക്കൂ മച്ചാനെ, വെളുത്ത പൂവ് മാല കെട്ടി ഒരുക്കി വെക്കൂ മക്കൂനി. കറുത്ത കോഴി കരിങ്കുറാങ് കുരുതി വെക്കൂ മച്ചാനെ, വെളുത്ത പൂവ് മാല കെട്ടി ഒരുക്കി വെക്കൂ മക്കൂനി. തുടിയുണ്ടേ ആട്, മുയലുണ്ടേ പാട്. തുടിയുണ്ടേ ആട്, മുയലുണ്ടേ പാട്. അണ്ണ വന്നാലും കാപ്പോനിയപ്പ, ദീനം വന്നാലും ശരണം മുളയപ്പ. കറുത്ത കോഴി കറുത്ത കോഴി കരിങ്കുറാങ് കുരുതി വെക്കൂ മച്ചാനെ, വെളുത്ത പൂവ് മാല കെട്ടി ഒരുക്കി വെക്കൂ മക്കൂനി. കറുത്ത കോഴി കരിങ്കുറാങ് കുരുതി വെക്കൂ മച്ചാനെ, വെളുത്ത പൂവ് മാല കെട്ടി ഒരുക്കി വെക്കൂ മക്കൂനി. റാങ്കി മருந்து തേടി കൂടെ വന്നില്ലേ, മണ്ണ് മാന്തി കാട്ട് കേങ്കു ചുട്ട് തന്നില്ലേ, മുടിയടിച്ച് ചോട് വെച്ച് പാട്ട് പാടിയില്ലേ, കാട്ടിലക്കി കേഴമാന്റെ ചോര തന്നില്ലേ. മതി വന്നാലും കുരുതി, മറി വന്നാലും കുരുതി, ഇനി എപ്പോമേ അറുതി. ഗുണനീരാനെ മുളയെ, മാനം കെട്ടട മണമടിക്കട മുണ നിറയെ, കാണിക്ക വെക്കട നേരം പോയി ചിമ്പാനെ. കറുത്ത കോഴി കരിങ്കുറാങ് കുരുതി വെക്കൂ മച്ചാനെ, വെളുത്ത പൂവ് മാല കെട്ടി ഒരുക്കി വെക്കൂ മക്കൂനി. കറുത്ത കോഴി കരിങ്കുറാങ് കുരുതി വെക്കൂ മച്ചാനെ, വെളുത്ത പൂവ് മാല കെട്ടി ഒരുക്കി വെക്കൂ മക്കൂനി.
കൂടെ വന്നില്ലേ മണ്ണു മാന്തി കാട്ട് കേങ്കു ചുട്ട് തന്നില്ലേ കാട്ടിലക്കി കേഴമാന്റെ ചോര തന്നില്ലേ മുടിയാട്ടി തന്നില്ലേ ഇത് വന്നാലോ കുടിക്ക് ഒരു വന്നാലോ കടുക്കും നാമുളയാടി വീരൻ എത് വന്നാലും വരുവേൻ മാരം കെട്ടട മറമടിക്കട മുറ നിറയെ കാണിക്ക വെക്കട വേഗം കോയിൽ മക്കളെ കറുത്ത കോഴി കരിങ്കുറാങ്ങ് കുരുതി വെക്കൂ മച്ചാനെ വെളുത്ത പൂവ് മാല കെട്ടി ഒരുക്കി വെക്കൂ മകൂന്നി കറുത്ത കോഴി കരിങ്കുറാങ്ങ് കുരുതി വെക്കൂ മച്ചാനെ വെളുത്ത പൂവ് മാല കെട്ടി ഒരുക്കി വെക്കൂ മകൂന്നി കുടിയുണ്ടേ ആട് ഉയലുണ്ടേ പാട് കുടിയുണ്ടേ ആട് ഉയലുണ്ടേ പാട് ആന വന്നാലും കാപ്പോന്നിയപ്പ ദീനം വന്നാലും ശരണം മുളയപ്പ കറുത്ത കോഴി കരിങ്കുറാങ്ങ് കുരുതി വെക്കൂ മച്ചാനെ വെളുത്ത പൂവ് മാല കെട്ടി ഒരുക്കി വെക്കൂ മകൂന്നി കറുത്ത കോഴി കരിങ്കുറാങ്ങ് കുരുതി വെക്കൂ മച്ചാനെ വെളുത്ത പൂവ് മാല കെട്ടി ഒരുക്കി വെക്കൂ മകൂന്നി. ശ്യാം, മണിമേളം റൗണ്ട് ആയിരുന്നു. കുഴഞ്ഞോ ഡാൻസ് ഒക്കെ ചെയ്ത്? കുഴപ്പമില്ല. കാരണം ഡാൻസേഴ്സും എല്ലാവരും കൂടെ നല്ല കളർഫുൾ ആയിരുന്നു. നമുക്കിനി ജഡ്ജസിന്റെ കമന്റ്സ് നോക്കാം. ചോദിക്കാം. നാദർഷക്ക. ശ്യാം സാർ, ഇത് ഏത് ഫിലിമാണെന്നറിയോ? ബാബു ബാംബു ബോയ്സ്. ഇതിനകത്ത് കലാഭവൻ മണി പാടിയ പാട്ടാണ്. ഇതിൻ്റെ രചന, അതിൻ്റെ സംവിധായകൻ അലി അക്ബർ തന്നെയാണ്. എൻ്റെ സംഗീതം തേജ്. കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇതൊരു നമ്മുടെ പെരുമ്പാവൂർ കോടനാട് ഒരു കാട്ടിലായിരുന്നു ഇതിൻ്റെ ഷൂട്ടിംഗ്. എന്ത് പറ്റി ഈ പാട്ടിൻ്റെ ഇടയ്ക്ക് ചരണം ഫുൾ മറന്നുപോയാ? ലിറിക്സ് ചെറിയൊരു ഡൗട്ട് ഉണ്ടായി. ചരണത്തിൻ്റെ മരണമായിപ്പോയല്ലേ? എന്ത് പറ്റിയത്? സ്റ്റെപ്പിൽ നോക്കാൻ പോയി പാട്ട് പോയി. കൂടെ ലേഡീസ് ഡാൻസ് ചെയ്തപ്പോൾ നമ്മളെല്ലാം മറന്നു. അതുകൊണ്ടല്ലേ? ലേഡീസിനെ കണ്ടാൽ കവാത്ത് കൊടുക്കുമോ? ഇല്ലില്ല. അങ്ങനെയാ? ഇല്ലില്ല. നല്ല കളർഫുൾ ആയിരുന്ന പിള്ളേരൊക്കെ നന്നായിട്ട് ഡാൻസ് ചെയ്തതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അനുപല്ലവി എന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിനിടയിൽ കൺഫ്യൂഷനായി. എന്താ ചെയ്യാ? ഭരണോടത്തിച്ച് കാണാം നമുക്ക് അല്ലേ? ഓക്കെ, താങ്ക് യു അക്ക. മഹതി മാം. നന്നായിട്ടുണ്ടായിരുന്നു പെർഫോമൻസ്. നല്ല വേഷം, എന്തായാലും നല്ല കളർഫുൾ ആയിരുന്നു കാണാൻ. ഡാൻസേഴ്സും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്യാമിന് പറ്റിയ കുഴപ്പങ്ങൾ, സോങ് നല്ല എനർജറ്റിക്, ഹൈ എനർജി പെർഫോമൻസ്. ശ്യാം ആ വരികൾ മറക്കാണ്ട് കുറച്ചും കൂടി പിച്ചിങ്ങിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യായിരുന്നെങ്കിൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയതിന്. പക്ഷെ ഇടയ്ക്ക് വെച്ച് വരി മറന്നു. ചെറിയ കുഴപ്പമില്ല, വലിയ കുഴപ്പം. കുറേ വരികൾ മറന്നില്ലേ ഇടയ്ക്ക് വെച്ചിട്ട്? സോ അതൊക്കെ ചെറിയ ചെറിയ കുഴപ്പങ്ങളായിരുന്നു. ഐ തിങ്ക് നിങ്ങൾ ഈ ഡാൻസും കോസ്റ്റ്യൂമിലും ഇതൊക്കെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് സിംഗിങ് കുറച്ച് പിന്നോക്കമാക്കാൻ പാടില്ല. ഓക്കെ, സിംഗിങ് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു മാം. കുപ്പസ്വാമി സാർ. നന്നായിട്ട് ഒരു വേഷം, നന്നായിട്ട് പാടി. വേഷം കാട്ടുവാസിന്റെ വേഷം. அது தொப்பியானது பறவைண்ட சிறகில் செஞ்ச ஒரு அலங்காரம். சரியா? ஓ, அது அந்த பல்லவி எடுக்கும்போது அந்த கருத்த கோழி அது வந்து குறுகி போய் எடுப்பு ஒன்று பிரைட்டா இல்ல எடுப்பு. நீங்கள் பாடம் കറുത്ത കോഴി കരിങ്കുറാങ്ങ്. അതെ അതെ അതെ, ബ്രൈറ്റാ. കറുത്ത കോഴി സ്ട്രൈറ്റ് അടിച്ചിട്ടല്ല, കറുത്ത കോഴി പറ. കറുത്ത കോഴി കരിങ്കുറാങ്ക് കുറുകി വെച്ചോ മച്ചാനെ വെറുതെ പൂവ് മാല കെട്ടി ഒരുക്കി വെക്കൂ മകൂന്നി കറുത്ത കോഴി കരിങ്കുറാങ്ക് കുറുതി വെച്ചോ മച്ചാനെ വെളുത്ത പൂവ് മാല കെട്ടി ഒരുക്കി വെക്കൂ മകൂന്നി. അതെ, അത് എടുക്കുമ്പോ നെക്സ്റ്റ് വിളിക്കുമ്പോൾ அந்த கூ அதான் இருக்குது. நீ வந்துட்டல, அடுத்த லைன் எடுக்கும். அது மாக்கூனிக்கு அடுத்தது நெக்ஸ்ட் வரணும். ആട് കുയലുണ്ടേ പാട് തുടിയുണ്ടേ ആട് കുയലുണ്ടേ പാട്. ஓகே ஓகே, அந்த கான்செப்ட் எல்லாம் எடுக்கும்போது பேஸ் கீழ இருந்து எடுக்கும்போது அந்த அந்த கரெக்டா இருக்கும்போது அடிச்சு எடுத்தால் கரெக்டா வரும். கருத்த கோழி வரா, கருத்த கோழி வரா, கருத்த கோழி. அப்ப சரியாகும் இல்ல? இதெல்லாம் கொஞ்சம் கவனிச்சு பாடினா நல்லா வரும். இடையில மறந்து போனது இயல்பா வரக்கூடியது. அப்படி இந்த ரிதத்தில் மயங்கி போய் அதெல்லாம் பாட்டு மறந்து போய். ஓகே, நைஸ். அரிசி இருக்கு, பருப்பு இருக்கு, ஆக்க முடியல. அடுத்த கூட்டுல பொண்ணு இருக்கு, பார்க்க முடியல. அரிசி இருக்கு, பருப்பு இருக்கு, ஆக்க முடியல.
அடுத்த வீட்டுல பொண்ணு இருக்கு பார்க்க முடியல, அடுப்பு இருக்கு நெருப்பு இருக்கு சேர்க்க முடியல, ஆசைப்பட்ட அத்தம்மாவளை பார்க்க முடியல. ஒய்யாலோ ஒய்யாலே ஒய்யாலே ஒய்யாலே. சரக்கு வச்சிருக்கேன், இறக்கி வச்சிருக்கேன், கருத்த கோழி மிளகு போட்டு வறுத்து வச்சிருக்கேன். சரக்கு வச்சிருக்கேன், இறக்கி வச்சிருக்கேன், கருத்த கோழி மிளகு போட்டு வறுத்து வச்சிருக்கேன். ஜும்பலக்கா ஜும்பலக்கா ஜும்பல ஜும்பாலே, ஜும்பலக்கா ஜும்பலக்கா ஜும்பல ஜும்பாலே, ஜும்பலக்கா ஜும்பலக்கா ஜும்பல ஜும்பாலே, ஜும்பலக்கா ஜும்பலக்கா ஜும்பல ஜும்பாலே, ஜும்பாலே 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 जुबाले 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 ले ले ले. താങ്ക് യു സർ, താങ്ക് യു മാം. ശ്യാം, അപ്പോൾ ജഡ്ജസിന്റെ കമന്റ്സ് കേട്ടു. ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് വരി മറന്നു, പിന്നെ ഡാൻസിനിടയിലായിപ്പോയി, ഡാൻസേഴ്സ് ഒക്കെ വന്നപ്പോൾ അവരുടെ കൂടെ ആയിപ്പോയി. നമുക്ക് മാർക്സ് എത്രയാണെന്ന് ചോദിക്കാം. കുപ്പസ്വാമി സർ, ഔട്ട് ഓഫ് 30 27. മഹതി മാം 26. ശ്യാം. നാദർഷിക്ക. മോനെ ഈ പാട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതിൻ്റെ പേരിലും മോൻ ഒരുപാട് തെറ്റിച്ചതിൻ്റെ പേരിലും ഈ മാർക്ക് എനിക്ക് തരാൻ പറ്റില്ല. 23. താങ്ക് യു ജഡ്ജസ്. ശ്യാം 90-ൽ 76 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ശരിക്കും ഇനിയും ഒരുപാട് മുമ്പോട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ സാരമില്ല, ഇനി റൗണ്ട്സ് വരുന്നുണ്ട്. ഫസ്റ്റ് റൗണ്ട് ആയതല്ലേ ഉള്ളൂ, തേർഡ് സെഷനിലെ. ഓക്കെ, ഇപ്പോൾ ഇനിയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. വെൽക്കം ബാക്ക് ടു ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനുങ്ങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. അപ്പോൾ അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഡ്യുവറ്റ് റൗണ്ട് ആണ്. നമുക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നത് ഗൗരിയും സ്വാതിയും ചേർന്നാണ്. ലെറ്റ്സ് വെൽക്കം ഗൗരി ആൻഡ് സ്വാതി. നാടായ നാടെല്ലാം പാറും പാനം തട്ടേ പോരുന്നോ നീ എൻ്റെ നാടു കാണാ. നിന്നെ നോക്കുന്ന പൊന്നമ്മ ദേവിക്ക് ഞാൻ കൊടുക്കുന്നല്ല പൊന്നുരുളി. ഗൗരി ചേച്ചി, സ്വാതി രണ്ടുപേരുണ്ട്. അപ്പം ഗൗരിയാണ് ഇന്ന് ലീഡ് ചെയ്യുന്നത്, സ്വാതി സപ്പോർട്ട് ചെയ്യാണ്. ഏത് പാട്ടാ പാടുന്നത്? നിന്നെ കാണാൻ എന്നെക്കാളും. നിന്നെ കാണാൻ എന്നെക്കാളും അല്ലേ? രണ്ടുപേരൂടെ നന്നായിട്ട് പാടുക, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. തന്താനേ തന്തിനത്താനോ തനന്തിനത്താനോ, തന്താനേ തന്തിനത്താനോ തനന്തിനത്താനോ, തന്താനേ തന്തിനത്താനോ തനന്തിനത്താനോ, തന്താനേ തന്തിനത്താനോ തനന്തിനത്താനോ, തന്ദനത്താനേ തന തന തന്ദനത്താനേ, തന്ദനത്താനേ തന തന തന്ദനത്താനേ. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ, എന്നിട്ടെന്തേ നിന്നെ കേട്ടാൽ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ, എന്നിട്ടെന്തേ നിന്നെ കേട്ടാൽ ഇന്നുവരെ വന്നില്ലാരും. കാതിലാണേൽ കമ്മലില്ല, കഴുത്തിലാണേൽ മാലയില്ല, കയ്യിലാണേൽ വളയുമില്ല, കാലിലാണേൽ കൊലുസുമില്ല. കാതിലാണേൽ കമ്മലില്ല, കഴുത്തിലാണേൽ മാലയില്ല, കയ്യിലാണേൽ വളയുമില്ല, കാലിലാണേൽ കൊലുസുമില്ല. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ, എന്നിട്ടെന്തേ നിന്നെ കേട്ട
ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ നിന്നെ കേട്ടാൽ ഇന്നുവരെ വന്നില്ലാരും തങ്കം പോലെ മെയ്യുണ്ടല്ലോ തളിരു പോലെ മനസ്സുണ്ടല്ലോ എന്നിട്ടെന്തേ നല്ല പെണ്ണേ നിന്നെ കെട്ടാൻ വന്നില്ലാരും തങ്കം പോലെ മെയ്യുണ്ടല്ലോ തളിരു പോലെ മനസ്സുണ്ടല്ലോ എന്നിട്ടെന്തേ നല്ല പെണ്ണേ നിന്നെ കെട്ടാൻ വന്നില്ലാരും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞു പെണ്ണേ എന്നിട്ടെന്തേ നിന്നെ കേട്ടാൽ ഇന്നുവരെ വന്നില്ലാരും. കെട്ടാൻ വരുന്നവർക്ക് പൊന്നു വേണം പണവും വേണം പുരയണേ മെഞ്ഞതില്ല പുരയിടവും ബോധിച്ചില്ല എന്നെ കെട്ടാൻ വരുന്നവർക്ക് പൊന്നു വേണം പണവും വേണം പുരയണേ മെഞ്ഞതില്ല പുരയിടവും ബോധിച്ചില്ല നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ നിന്നെ കേട്ടാൽ ഇന്നുവരെ വന്നില്ലാരും നിന്നെ കെട്ടാൻ വരുന്നവർക്ക് ഒന്നും വേണ്ട പണവും വേണ്ട ദൂരെ നിന്നും ആണൊരുത്തൻ നിന്നെ കെട്ടാൻ വരും ഇവിടെ നിന്നെ കെട്ടാൻ വരുന്നവർക്ക് ഒന്നും വേണ്ട പണവും വേണ്ട ദൂരെ നിന്നും ആണൊരുത്തൻ നിന്നെ കെട്ടാൻ വരും ഇവിടെ നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞു പെണ്ണേ എന്നിട്ടെന്തേ നിന്നെ കേട്ടാൽ ഇന്നുവരെ വന്നില്ലാരും. മണ്ണും നോക്കി പൊന്നും നോക്കി അന്നൊരുക്കി എന്നെ വേണ്ട എന്തെങ്കിലും ആശ തോന്നി ആണൊരുത്തൻ വന്നു ചേരും മണ്ണും നോക്കി പൊന്നും നോക്കി എന്നെ കെട്ടാനൊന്നിലും എന്തെങ്കിലും ആശ തോന്നി ആണൊരുത്തൻ വന്നു ചേരും ഇല്ലേലെന്താ നല്ല പെണ്ണെ അരിവാളുണ്ട് എന്റെ കയ്യിൽ ഇല്ലേലെന്താ നല്ല പെണ്ണെ അരിവാളുണ്ട് എന്റെ കയ്യിൽ അരിവാളുണ്ട് എന്റെ കയ്യിൽ അരിവാളുണ്ട് എന്റെ കയ്യിൽ നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ എന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. ഗൗരി, ചേച്ചി സ്വാതി എങ്ങനെ പാടി? കുഴപ്പമില്ല. കുഴപ്പമില്ലാതെ പാടാൻ പറ്റി. അപ്പം എന്തായാലും ഈ പാട്ട് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടുമായിരുന്നു. എല്ലാവരും ഇങ്ങനെ ആ ഒരു രസത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ജഡ്ജസിന്റെ കമന്റ്സ് ആണ് അറിയേണ്ടത്. ജഡ്ജസിനോട് ചോദിക്കാം. മഹതി മാം. ഗൗരി ആൻഡ് സ്വാതി മാം നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു മാം. ഗൗരിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, സാരിയൊക്കെ കൊടുത്ത്. ആൻഡ് സ്വാതിയും നല്ല രസമുണ്ട്. നൈസ് സോങ്, നല്ലൊരു പാട്ടായിരുന്നു. നിങ്ങൾ നന്നായിട്ട് പാടുകയും ചെയ്തു. ഐ തിങ്ക് ഗൗരിയുടെ നമ്മൾ മുമ്പ് പെർഫോമൻസസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഗൗരിയുടെ സിംഗിങ് ടെക്നീക്സ് നന്നായിട്ട് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. താങ്ക് യു മാം. സോ നന്നായിട്ട് ഒരു ഫീമെയിൽ ഡ്യുവറ്റ് സോങ് നിങ്ങൾ പ്രസന്റ് ചെയ്തു. നല്ല പാട്ടായിരുന്നു, നന്നായി പാടി. കോറസ് സിംഗേഴ്സ്, നിങ്ങളുടെ കോ കണ്ടസ്റ്റന്റിന് ആരാ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ പെർഫോമൻസിന് കുറച്ചും കൂടി നമ്മളായിട്ട് നമുക്ക് പറ്റുന്ന വിധത്തിൽ ഹെൽപ്പ് ചെയ്യാൻ, ലിഫ്റ്റ് ചെയ്യാൻ നോക്കണം. നിങ്ങൾ പാടിയത് ഭയങ്കര ഡിസ്ട്രാക്ടിങ് ആയിരുന്നു. ദാറ്റ്സ് ഇറ്റ്. അതർവൈസ് ഇറ്റ് വാസ് എ നീറ്റ് പെർഫോമൻസ് ഗൗരി. എനിക്കിഷ്ടമായി. ഗുഡ് ജോബ് സ്വാതി. താങ്ക് യു മാം. കുപ്പുസ്വാമി സർ. நல்ல ஒரு நாடன் பாட்டுகளுக்கான ஒரு நல்ல வாய்ஸ், താങ്ക് യു സർ. நல்ல வாய்ஸ், നിങ്ങളുടെ வாய்ஸ் பிரமாதமா பாடி. இந்த பாட்டு கேட்கும்போது எனக்கு கிளாசிக்கல்ல ஒரு பாட்டு சுருதிரும். ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬರಮ್ಮ ನಮ್ಮಮ್ಮನಿ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬರಮ್ಮ ನಮ್ಮಮ್ಮನಿ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬರಮ್ಮ ನಮ್ಮಮ್ಮನೇ ಸೌಭಾಗ್ಯ ಕಲವಯನಿ ನಾಮನು ಕರುಣಿ ಜಗಮೇಲು ಸುರೂರಿ ಜನಕಿ ವರುಣಿ ರಘುಮೋಮು
കേട്ട് സന്തോഷമായി, ഞങ്ങൾ സന്തോഷമായി. വെരി ഗുഡ്. Thank you, sir. താങ്ക് യു സർ. നാദർഷിക്ക, മോളെ കാര്യങ്ങളൊക്കെ കേട്ടില്ലേ? ഇവർ രണ്ടുപേരും പറഞ്ഞു. അത് തന്നെ ഉള്ളൂ കാര്യങ്ങൾ, അതിന് അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. എനിക്ക് മാം പറഞ്ഞതിൽ ഒരു കാര്യം കൃത്യമാണ്. കോറസ് നിങ്ങൾ ചില പാട്ടുകൾ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനുള്ളതിന് അവരെ ഇത് ഞങ്ങളുടെ സെക്ഷൻ അല്ലല്ലോ, അത് ആ കുട്ടിയുടെ സെക്ഷനല്ലേ എന്നുള്ളൊരു മൈൻഡ് ടോട്ടലി നിങ്ങളുടെ 4 പേരും ഭാഗത്തുണ്ടായിരുന്നു. അത് ശരിയല്ല. കൃത്യമായിട്ട് കോറസ് പാടേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് കോറസ് പാടിയിരിക്കണം. പല പാട്ടുകൾക്കും നിങ്ങൾ ഗംഭീര സപ്പോർട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഈ പാട്ടിൽ നമ്മൾ തൃപ്തരല്ല ആ കാര്യത്തിൽ. പിന്നെ മോള് സ്റ്റാർട്ട് ചെയ്തതൊക്കെ കുഴപ്പമുണ്ടായിരുന്നു, പക്ഷേ അതിനുശേഷം നല്ല ഫ്ലോയിൽ പോയി കേട്ടോ. രണ്ടുപേരും നന്നായിരുന്നു. Thank you, sir. താങ്ക് യു അക്ക. ഗൗരി, സ്വാതി പറഞ്ഞ മാതിരി കമൻസ് ഒക്കെ കേട്ടല്ലോ. എന്താണ് ഒരു എനർജി, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒരു എനർജി എവിടെ ലൂസ് ചെയ്യുന്ന പോലെ ഒരു തോന്നല്? എന്താണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ത്രോട്ട് എന്തെങ്കിലും പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഇനി അത് മാർക്സിൽ എങ്ങനെയാണ് നമുക്ക് വന്നതെന്ന് നോക്കാം. മഹതി മാം 26 ഗൗരി. Thank you, ma'am. കുപ്പുസ്വാമി സർ ഞാനും അതെ 26. Thank you, sir. നാദർഷിക്ക. ഞാനും അതെ 26. താങ്ക് യു ജഡ്ജസ്. ഇപ്പം 90-ൽ 78 മാർക്സ് ആണ്. ഇനിയും റൗണ്ട്സ് വരാനിരിക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. Thank you. വെൽക്കം ബാക്ക് ടു ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനുങ്ങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. അപ്പോൾ ഗൗരിയും സ്വാതിയും ചേർന്ന് വളരെ മനോഹരമായ ഒരു പെർഫോമൻസ് ആണ് നമുക്ക് വേണ്ടി സമ്മാനിച്ചത് ഡ്യുവറ്റ് റൗണ്ടിലൂടെ. ഇനി വരാൻ പോകുന്നത് വേഷപ്പകർച്ച റൗണ്ടാണ്. നമുക്കറിയാം വേഷപ്പകർച്ച എന്ന് പറയുമ്പോൾ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അറ്റയർ ആയിരിക്കും ഓരോ കണ്ടസ്റ്റൻസും വരുന്നത്. അപ്പോൾ ആരാണ് വരുന്നത്, എന്താണ് വ്യത്യസ്തത എന്ന് നമുക്ക് വെൽക്കം ചെയ്തിട്ട് നോക്കാം. ലെറ്റ്സ് വെൽക്കം സുഭാഷ് ഫോർ ദ വേഷപ്പകർച്ച റൗണ്ട്. ആറ്റിറമ്പത്തൊരു ചേറ്റില്ലല്ലോ വരുന്തിരി കണ്ടതാണേ. ആളുന്നതൊന്നുമല്ല ദൂരമിന്നാമിനൊന്നുമല്ല. സുഭാഷ്, ഹായ്. ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഈ ഒരു മൂന്നാമത്തെ ഘട്ടം തുടങ്ങിയതിന് ശേഷം ശരിക്കും പറഞ്ഞ ഒരു കണ്ടസ്റ്റൻസിനെ കണ്ടാലും മനസ്സിലാവുന്നില്ല, എല്ലാവരും വളരെ വലിയ മാറ്റമുള്ള ഒരു സെറ്റപ്പിലാണ് വരുന്നത്. അപ്പം ഇന്ന് ഏത് പാട്ടാണ് പാടുന്നത്? ഞാൻ പാട്ടും പരുന്ന് കെട്ടുന്നുള്ള പാട്ടും പരുന്ന് കെട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് പെർഫോമൻസിലേക്ക് പോവാം. Okay. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പെർഫോം ചെയ്യൂ. താങ്ക് യു. ഓക്കെ. പാട്ടും പാരുന്ന കെട്ടു ഞാൻ പണ്ടേ മറന്നേ. കൊട്ടും കോരവായു ഞാൻ പണ്ടേ കളഞ്ഞേ. പാട്ടും പാരുന്ന കെട്ടു ഞാൻ പണ്ടേ മറന്നേ. കൊട്ടും കോരവായു ഞാൻ പണ്ടേ കളഞ്ഞേ. എന്നിട്ടും പാടാണ്ടിരിക്കാൻ വയ്യടിതയേ. എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യടിതയേ. എന്നിട്ടും പാടാണ്ടിരിക്കാൻ വയ്യടിതയേ. എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യടിതയേ. പാട്ടും പാരുന്ന കെട്ടു ഞാൻ പണ്ടേ മറന്നേ. കൊട്ടും കോരവായു ഞാൻ പണ്ടേ കളഞ്ഞേ. പാട്ടും പാരുന്ന കെട്ടു ഞാൻ പണ്ടേ മറന്നേ. കൊട്ടും കോരവായു ഞാൻ പണ്ടേ കളഞ്ഞേ. കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിന്റെ നട്ടല് പൊട്ടി നമ്മൾ ചാകും. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിന്റെ നട്ടല് പൊട്ടി നമ്മൾ ചാവും. ചാവാണ്ടിരിക്കാനെങ്കിലും പാടരുതേ. പാടിയിട്ട് ചാവാനെങ്കിലും പാടരുതേ. ചാവാണ്ടിരിക്കാനെങ്കിലും പാടരുതേ. പാടിയിട്ട് ചാവാനെങ്കിലും പാടരുതേ. പാട്ടും പാരുണ്ട കെട്ടു ഞാൻ പണ്ടേ മറന്നേ.
പൊട്ടും കോരവായും ഞാൻ പണ്ടേ കളഞ്ഞേ പാട്ടും മാറുണ്ട കെട്ടും ഞാൻ പണ്ടേ മറന്നേ പൊട്ടും കോരവായും ഞാൻ പണ്ടേ കളഞ്ഞേ കറുത്ത ദൈവത്തെ കൊല്ലണ തമ്പ്രാന്റെ ദൈവം കുഞ്ഞോളെ കൊല്ലാണ്ടിരിക്കുമെന്നാരതു കണ്ടു കറുത്ത ദൈവത്തെ കൊല്ലണ തമ്പ്രാന്റെ ദൈവം കുഞ്ഞോളെ കൊല്ലാണ്ടിരിക്കുമെന്നാരതു കണ്ടു കുഞ്ഞോളെ കൊല്ലണ ദൈവത്തെ നമ്മക്കും കൊല്ലാം കറുത്ത ദൈവത്തിനായി ഒരു പാട്ടും പാടാം കുഞ്ഞോളെ കൊല്ലണ ദൈവത്തെ നമ്മക്കും കൊല്ലാം കറുത്ത ദൈവത്തിനായി ഒരു പാട്ടും പാടാം പാട്ടും പാരുന്ന കെട്ടും ഞാൻ പണ്ടേ മറന്നേ കൊട്ടും കോലവായും ഞാൻ പണ്ടേ കളഞ്ഞേ പാട്ടും പാരുന്ന കെട്ടും ഞാൻ പണ്ടേ മറന്നേ കൊട്ടും കോലവായും ഞാൻ പണ്ടേ കളഞ്ഞേ എന്നിട്ടും പാടാതിരിക്കാൻ വയ്യടിതയേ എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യടിതയേ എന്നിട്ടും പാടാതിരിക്കാൻ വയ്യടിതയേ എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യടിതയേ പാട്ടും പാടുന്ന കെട്ടാടിക്കടിതയേ കൂട്ടാളരെ എല്ലാം വിളിക്കടിതയേ പാട്ടും പാടുന്ന കെട്ടാടിക്കടിതയേ കൂട്ടാളരെ എല്ലാം വിളിക്കടിതയേ പാട്ടും പാടുന്ന കെട്ടാടിക്കടിതയേ കൂട്ടാളരെ എല്ലാം വിളിക്കടിതയേ കൂട്ടാളരെ എല്ലാം വിളിക്കടിതയേ കൂട്ടാളരെ എല്ലാം വിളിക്കടിതയേ കൂട്ടാളരെ എല്ലാം സുഭാഷ് ഹായ് ആസ്വദിച്ച് എവിടെയോ പോവുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ച സുഭാഷ് ഇങ്ങനെ ആ ഒരു സോൾ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നല്ലോ എനിക്ക് തോന്നിയത്. പനിയാണോ? സുഖമില്ലേ? സുഖമില്ല, പനിയാണ്. പനിയാണല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് കേട്ടപ്പോൾ അങ്ങനെ തോന്നി. ഇനിയിപ്പോൾ ജഡ്ജസ് പറയുന്നതാണ് അതിന്റെ അഭിപ്രായം എന്ന് പറയുന്നത്. നമുക്ക് ചോദിക്കാം. നാദർഷിക്ക, സുഭാഷേ നല്ല രസമായിട്ട് പാടി. താങ്ക് യു സാർ. സുഭാഷിന്റെ പിച്ചിങ് അസാധ്യ പിച്ചിങ് ആയിരുന്നു. കൃത്യമായിട്ട് നല്ല ഹൈ പിച്ച് പോകുന്ന പാട്ടുകളാണ്. എനിക്ക് തോന്നുന്നു സുഭാഷ് സ്റ്റേജിൽ നാടൻ പാട്ടുകൾ മാത്രമാണോ പാടുന്നത്, അല്ലാത്ത പാട്ടുകൾ പാടാറുണ്ടോ? എല്ലാം പാടുന്നുണ്ട്. ശങ്കർ മഹാദേവന്റെ പാട്ടുകളാണോ പാടുന്നത് സാധാരണഗതിയിൽ? ആണോ? അതാണ് സ്പെഷ്യലി. അതെ അതെ. ഓക്കെ, തോന്നി എനിക്ക്. എൻ്റെ ഒരു കാൽക്കുലേഷൻ കറക്റ്റ് അല്ലേ? അതെ അതെ. വെറുതെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യുന്ന പാട്ട് ഏതാണ്? നാടൻ പാട്ടാണ് ചെയ്യുന്നത്. പിന്നെ നാടൻ പാട്ടുകളല്ലാതെ ശങ്കർ മഹാദേവന്റെ ഏത് പാട്ട്? വരാഹ നദിക്കരയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഹമ്മിങ് മാത്രം ഒന്ന് പാടോ? கண்ணி வரும் காட்சி எல்லாம் கண்மணிய உறுத்தும், காணாத முருவம் கண்ணுக்குள்ள இனிகோ. ശരിക്ക് ഇത്രയും
കറക്റ്റ് ഇത്രയും ഹൈപ്പിച്ച് പാടാൻ പറ്റുന്ന ഗായകർ വളരെ കുറവാണ്. അത്തരത്തിലുള്ള പാട്ടുകൾ എന്താണെങ്കിലും ഈ പ്രോഗ്രാം കാണുന്ന ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സ് ശ്രദ്ധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും ഹൈപ്പിച്ചുള്ള പാട്ടുകൾ സുഭാഷിനെ തേടി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു അക്ക. മഹതി മാം. ഫെന്റാസ്റ്റിക് സുഭാഷ്, താങ്ക് യു. എക്സ്ട്രീംലി വെൽ ഡൺ പെർഫോമൻസ്. നല്ല എന്താ പിച്ച് പെർഫെക്റ്റ് പെർഫോമൻസിന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഒരു എന്താ ശ്രുതിനെ പറ്റിയ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഫ്രം ദ സ്റ്റാർട്ട് ടു ദി എൻഡ് ശ്രുതിയുടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്താ പറയുക, ഒരു റെക്കോർഡിങ്ങിൽ ഒരു പാട്ട് കേട്ട പോലെ ഉണ്ടായിരുന്നു. ആ ഒരു ഇമോഷൻ, ആ ഒരു ഫീൽ, പിന്നെ സുഭാഷിൻ്റെ വാക്കുകൾ പറയുന്ന വിധം. ആൻഡ് സോ ഫെന്റാസ്റ്റിക്, കീപ്പ് ഇറ്റ് അപ്പ്. വേറൊന്നും പറയാനേ ഇല്ല. നാദിർക്ക പറഞ്ഞ പോലെ ഇത്രയും ഹൈ പിച്ചിൽ പാടുന്ന, ഇത്രയും ക്ലാരിറ്റിയോടെ ശ്രുതി ചേർന്ന് പാടുന്ന ഒരു ഹൈ പിച്ച്ഡ് സിംഗർ ആയിട്ട് സുഭാഷ് ഉണ്ട്. സോ സുഭാഷിന് ഒരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ഐ ഓൾസോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. കുപ്പുസ്വാമി സാർ. സുഭാഷ്, വീണ്ടും എൻ്റെ ഷബാഷ്. താങ്ക് യു സർ. നന്നായിട്ട് പാടി, നല്ല പിച്ചാണ്. അത് അവർ சொன்னதுപോൽ നിങ്ങളുടെ പാട്ട് കേട്ട് ഇവിടെ മ്യൂസിക് ഡയറക്ടേഴ്സ് നിങ്ങളെ വിളിക്കാം എന്നാ എൻ്റെ വിരുപ്പം. ഈ പാട്ട് കേൾക്കുമ്പോൾ അത് മണിച്ചേട്ടൻ്റെ പാട്ടൊന്ന് എനിക്ക് ஞாபகம் വന്ന്. പാട്ടും പാരുണ്ട കെട്ടും ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കോലവായും ഞാൻ പണ്ടേ കളഞ്ഞേ. പാട്ടും പാരുണ്ട കെട്ടും ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കോലവായും ഞാൻ പണ്ടേ കളഞ്ഞേ. പരത്തൊണ്ടപ്പം മുളിച്ച് തടിയ തങ്കമ്മേ, എന്റെ പറക്കും പച്ചലി നൊടുക്കം കിട്ടോടി തങ്കമ്മേ. പരത്തൊണ്ടപ്പം മുളിച്ച് തടിയ തങ്കമ്മേ, എന്റെ പറക്കും പച്ചലി നൊടുക്കം കിട്ടോടി തങ്കമ്മേ. അനിന്റെ മാനം കാക്കിന താരടി തങ്കമ്മേ, വീട്ടിലിരിക്കിற പെണ്ണുങ്ക താരടി തങ്കമ്മേ. അനിന്റെ മാനം കാക്കിന താരടി തങ്കമ്മേ, വീട്ടിലിരിക്കിற പെണ്ണുങ്ക താരടി തങ്കമ്മേ. அந்த பாட்டு நினைவு வந்து எனக்கு நன்னாயிட்டு பாடி. குட். താങ്ക് യു സർ. താങ്ക് യു സർ. സുഭാഷ്, ഇന്ന് ഞങ്ങൾ ഒരു കാര്യം മിസ് ചെയ്തു. സുഭാഷിന്റെ തുഴച്ചിലെ സ്റ്റെപ്പ് വയ്യാത്തതുകൊണ്ട് ഞാൻ എന്തായാലും പറയുന്നില്ല. അപ്പം നമുക്ക് മാർക്സ് ചോദിക്കാമല്ലേ? നല്ല കമൻസ് ആയിരുന്നു. അപ്പം മാർക്സും നന്നായിട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. നാദർഷിക, മാർക്സ്. 29. താങ്ക് യു സർ. താങ്ക് യു അക്ക. മഹതി മാം. 29. താങ്ക് യു മാം. താങ്ക് യു മാം. കുപ്പുസ്വാമി സർ. ഞാനും അതെ 29 ഹൈ പിച്ചിക്കാണ്. താങ്ക് യു സർ. താങ്ക് യു ജഡ്ജസ്. അപ്പം 90-ൽ 87 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നല്ല മാർക്സ് ആണ്. ശരിക്കും കണ്ണൊക്കെ ചുമന്നിരിക്കുന്നത്. നല്ല പനിയാന്ന് തോന്നുന്നല്ലേ? പക്ഷെ ആ പനിയൊന്നും പാട്ടിനെ ബാധിച്ചില്ല. നല്ല മാർക്സ് ആയിരുന്നു. അപ്പോൾ ഇനി അടുത്ത റൗണ്ട്സിലും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വെൽക്കം ബാക്ക് ടു ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനുങ്ങ പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. അപ്പോൾ ബ്രേക്കിന് മുമ്പ് ഞാനൊരു പ്രോമിസ് ചെയ്തിരുന്നു, നമ്മളെ കാത്ത് നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടെന്ന്. അടുത്ത് വരാൻ പോകുന്നത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട ജഡ്ജിന്റെ പെർഫോമൻസ് ആണ്. നമുക്ക് ആസ്വദിക്കാം. பார்வை தீராதடி மச்சாங்குரி மாறாதடி. பச்சை பார்வை தீராதடி மச்சாங்குரி மாறாதடி. தேவியே வந்தனோ உசவ சந்தனோ. பச்சை பார்வை தீராதடி மச்சாங்குரி மாறாதடி. பச்சை பார்வை தீராதடி மச்சாங்குரி மாறாதடி.
ஆசை பின்னால போகும். எங்க பார்த்தாலும் ஒன்ன போல தோற்றம் முன்னால தோணும். எங்கையோரம் நீ வந்தாலே என் சந்தோஷம் மேல போகும். காணாமலே கண்டெடுது கண்ணே நீ என்னோட வாமா. பச்சை பார்வை தீராதடி மச்சாங்குடி மாறாதடி. தேவியே வந்தனோ பூசவ சந்தனோ. பூவோட நல்ல வாசம் காரணஞ்சத்த மாத்தும். சின்ன காலோட வந்த தாளம் சேர்த்து நெஞ்சத்திலேத்தும். உங்கண்ணாலே நீ பார்த்தாலே நான் ஏதேதோ மாறி போவேன். மாறாதது மாறாதது ஆகாக பெண்ணோட மோகம். பச்சை பார்வை தீராதடி பச்சாங்குடி மாறாதடி. தேவியே வந்தனோ பூசவ சந்தனோ. பச்சை பார்வை தீരാതടി മച്ചാങ്കുറി മാറാതടി. മനോഹരങ്ങളായ 3 പെർഫോമൻസുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. പരസ്പരം വേഷപ്പകർച്ച, മണിമേളം. അത് മാത്രമല്ല, നമ്മുടെ ഒരു പ്രിയപ്പെട്ട ജഡ്ജിന്റെ പെർഫോമൻസും കൂടി ആയപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും വളരെ ഗംഭീരമായി. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമുക്ക് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. ടിൽ ദെൻ ഇറ്റ്സ് ഡോക്ടർ ദിവ്യ സൈനിങ് ഓഫ് ഫ്രം ആസ്ട്രൻ റിയൽറ്റേഴ്സ് മിന്നാമിനുങ്ങ്, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. ചാലക്കുടിയാകെ വിതുമ്പി കൂടപ്പുഴ തേങ്ങിയൊഴുകി. ചാലക്കുടിയാകെ വിതുമ്പി കൂടപ്പുഴ തേങ്ങിയൊഴുകി. മിന്നാതെ മിന്നമിനുങ്ങുകൾ തെന്നി മറഞ്ഞു മണിമുത്തേ. മികാരി പെണ്ണുങ്ങൾ കണ്ടു കലങ്ങിക്കരഞ്ഞു മണിമുത്തേ. മൈക്കുച്ചാണ്ട് പാടം കത്തണുമാ. മഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ. വയറ് കത്തിയാല് എന്റെ കൊടല് കത്തണുമാ. പ്രാണം പിടഞ്ഞിട്ട് ഓണം പഴകണുമാ. പാടിയിൽ പാടിപ്പതിഞ്ഞൊരായിടങ്ങൾ ഞങ്ങളും പാടി നടക്കുമ്പോൾ. പാടിയിൽ പാടിപ്പതിഞ്ഞൊരായിടങ്ങൾ ഞങ്ങളും പാടി നടക്കുമ്പോൾ. പാതി വഴി വെച്ചു പാട്ടുമതിയാക്കി പാട്ടിനു പോയി മടിച്ചേട്ടൻ. പാതി വഴി വെച്ചു പാട്ടുമതിയാക്കി പാട്ടിനു പോയി മടിച്ചേട്ടൻ.